ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല പഞ്ഞി പോലുള്ള ആരെടുത്ത അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. കാരണം നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അധികം എണ്ണയൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ല പഞ്ഞിയപ്പമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിനെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതേ ഗ്ലാസ്സിന് അരക്കപ്പ് തേങ്ങ, പിന്നെ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 4 സ്പൂൺ ചോറ്, പിന്നെ നമ്മളിതിലേക്ക് ഒരു അര ഗ്ലാസ് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇത് ഗോതമ്പായതുകൊണ്ടാണ് നമ്മൾ ശർക്കര പാനി യൂസ് ചെയ്യുന്നത്. പഞ്ചസാര ആകുമ്പോൾ നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. പിന്നെ ഈസ്റ്റ് പൊങ്ങാനായിട്ട് ഒരു ടീസ്പൂണ് പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഒരു ഏലക്കായും കൂടെ ഇട്ടോളൂ കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ഇത് ചൂടുള്ള ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഇതിങ്ങനെ അടച്ച് വെച്ചാൽ പൊങ്ങി വരും. ഇപ്പം നല്ല മഴ സമയം ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് ഈ അടപ്പിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് വെള്ളം, നന്നായിട്ട് ചൂടാക്കിയ വെള്ളം ഇതിന് മുകളിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഒരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഗോതമ്പ് മാവായതുകൊണ്ട് അത്ര പെട്ടെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ ഇത് പൊങ്ങി വന്നത്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം അതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ കുമിളകൾ ഉണ്ടാവും. കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതുപോലൊരു കുഴിയുള്ള പാത്രം എടുക്കുക, ചോറ്റുപാത്രമോ എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി നെയ്യാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നെയ്യ് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഓരോ തവി മാവായിട്ട് കോരി ഒഴിച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് ബാക്കി വെച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ, അത് പൊങ്ങി വരാനുള്ള ഒരു ഗ്യാപ്പ്. എന്നിട്ട് നമുക്കിതിനെ നല്ല തിളച്ച് ആവി വരുന്ന ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു 3 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ ഒന്ന് തുറക്കുക. ഇപ്പോഴൊക്കെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ. എന്നിട്ട് മുന്തിരി വെച്ച് കൊടുക്കുകയാണ് ഞാൻ. നമ്മുടെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അതാണ് വെച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് വറുത്തെടുത്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിലൊന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുത്താൽ അടിപൊളിയായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിതിൻ്റെ പുറത്ത് ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ഇത് ഒട്ടുന്നൊന്നുമില്ലെങ്കിൽ അത് വെന്തെന്നാണ് അർത്ഥം. ഇനി അങ്ങനെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒരു ഈർക്കിൾ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അതുപോലെ ഞാനിപ്പോൾ ഈ മാവ് കൊണ്ട് 2 അപ്പമാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം, എത്രത്തോളം സോഫ്റ്റാണ്, എത്രത്തോളം ആരെടുത്തിട്ട് ഇരിക്കുന്ന ഒരു അപ്പാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന്നൊക്കെ നമ്മളിതിനെ അടർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ തന്നെ സൈഡൊക്കെ അങ്ങനെ വിട്ട് വരും കേട്ടോ. നല്ലോണം തണുത്തതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എത്രത്തോളം നല്ല ആരെടുത്ത് പഞ്ഞി പോലുള്ള ഒരു അപ്പാണെന്നുള്ളത്. ഇത് കണ്ടോ, നല്ല ആരെടുത്തിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. നല്ല സ്പോഞ്ചി അല്ലേ. അപ്പം നല്ല എളുപ്പമാണ്, നല്ല ഹെൽത്തിയാണ്. ഇനി ഞാൻ ഇതിൻ്റെ വലിയൊരു പീസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഓരോരോ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് അത് എത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇതിങ്ങനെ നമ്മൾ ഓരോരോ പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ എത്ര സോഫ്റ്റായിട്ടാണ് വരുന്നത് നോക്കിയേ. ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടോ, നല്ല ആരെടുത്തിരിക്കുന്നില്ലേ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഈ ശർക്കരയും നമ്മുടെ ഗോതമ്പ് പൊടിയും കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്